ഓം ഭൂർഭുവസ്വാഹ. നമസ്കാരം, എല്ലാവർക്കും ദേവ ഡിവോട്ടി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പല ശത്രുക്കളും ഉണ്ടാകും. അത് പുറമേയുള്ള വ്യക്തികളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഭയമോ നെഗറ്റീവ് ചിന്തകളോ ആകാം. ബാഹ്യശത്രുക്കൾ നമ്മെ നേരിട്ട് ഉപദ്രവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ ദുഷ്പ്രേരണകൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മെ ഉപദ്രവിക്കുന്നു. ഹിന്ദു ദർശനമനുസരിച്ച് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജത്തെ ജയിക്കുന്നതാണ് യഥാർത്ഥ ശത്രു സംഹാരം. പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താനും സ്വയം സംരക്ഷണം തീർക്കാനും ചില പ്രത്യേക മന്ത്രങ്ങൾ വിവരിക്കുന്നുണ്ട്. ശത്രുക്കളെ നേരിടുമ്പോൾ നാം ആദ്യം ജയിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ഭയത്തെയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ തളർന്നു വീണപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് ഇതാണ്: ഹേ പാർത്ഥ, ഭീരുത്വം നിനക്ക് ചേർന്നതല്ല. നിൻ്റെ ഉള്ളിലെ ദൗർബല്യത്തെ ദൂരെ എറിഞ്ഞ് പോരാടാൻ തയ്യാറാവുക. ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മളും ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ ഉള്ളിലെ ദൗർബല്യങ്ങൾ ദൂരെ എറിഞ്ഞ് ആത്മബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ കരുത്തുറ്റതാക്കുക എന്നതാണ് ആദ്യത്തെ പടി. നമുക്ക് ആദ്യത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. സുദർശന ചക്രമന്ത്രം. സൂര്യൻ്റെ തേജസ്സിൽ നിന്ന് അശ്വത്ഥമാവ് നിർമ്മിച്ച ഈ ആയുധം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായാണ് കണക്കാക്കുന്നത്. അംബരീക്ഷ മഹാരാജാവിനെ ശത്രുദോഷത്തിൽ നിന്ന് രക്ഷിക്കാൻ സുദർശന ചക്രം എത്തിയത് പുരാണ പ്രസിദ്ധമാണ്. മന്ത്രം: ഓം നമോ ഭഗവതേ ചക്രാരജയ സർവദുരിത പ്രശന്നനായ ശത്രു സംഹര രൂപായ വിഷ്ണു ചക്രായ സ്വഹ. 108 പല്ലുകളുള്ള ഈ ചക്രം കാലത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം. അടുത്തത് ശത്രു സംഹാരമൂർത്തിയായ നരസിംഹ ഭഗവാന്റെ മന്ത്രമാണ്. തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ ഹിരണ്യകശിപു എന്ന ശത്രുവിൽ നിന്ന് രക്ഷിക്കാൻ തൂണിൽ നിന്ന് അവതരിച്ച ഭഗവാൻ അസാധ്യമായതിനെ സാധ്യമാക്കിയവനാണ്. നരസിംഹ ജപം നമ്മുടെ ഉള്ളിലെ ഭയത്തെ വേരോടെ പിഴുതെറിയുന്നു. മന്ത്രം: വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമമ്യ. ആദി ശങ്കരാചാര്യർ പോലും തൻ്റെ പ്രതിസന്ധികളിൽ നരസിംഹമൂർത്തിയെ ഭജിച്ചിരുന്നു. ഇത് ഭക്തർക്ക് അഭയവും ശത്രുക്കൾക്ക് ഭയവും നൽകുന്ന മന്ത്രമാണ്. ശത്രുക്കൾ നടത്തുന്ന മോശമായ ക്രിയകളെയും കണ്ണേറുകളെയും പ്രതിരോധിക്കാൻ ഇതിലും ശക്തമായ മറ്റൊരു മാർഗമില്ല. അടുത്തതായി നമ്മൾ പ്രതിപാദിക്കുന്നത് പ്രത്യാരിംഗ ദേവി ആരാധനയെ പറ്റിയാണ്. ശത്രുക്കളുടെ എല്ലാ നെഗറ്റീവ് ഊർജത്തെയും തകർത്ത് അവരിലേക്ക് തന്നെ തിരിച്ചയക്കുമെന്നാണ് അഥർവവേദം ഈ മന്ത്രത്തെപ്പറ്റി പറയുന്നത്. അഥവാ നമ്മുടെലേക്ക് വരുന്ന മുള്ളുകളെയും അമ്പുകളെയും നമ്മുടെ ശത്രുക്കളിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുന്നു എന്ന് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്. മന്ത്രം: ഓം പ്രത്യംഗിരായൈ വിദ്മഹേ പക്ഷിരജായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ദേവിയെ ഭക്തിയോടെ സ്മരിക്കുന്നത് നമ്മെ ഒരു വജ്രകവചം പോലെ സംരക്ഷിക്കും.
ഈ മന്ത്രങ്ങളൊന്നും വെറുമൊരു വാക്കുകളല്ല. ശാസ്ത്രീയമായി നോക്കിയാൽ ഇവ സൃഷ്ടിക്കുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മുടെ തലച്ചോറിനെ ആൽഫ തരംഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ദിവസവും ഈ മന്ത്രങ്ങൾ ജപിക്കുക. ശത്രുക്കൾ പുറത്തുള്ളവരായാലും ഉള്ളിലുള്ളവരായാലും അവരെ ജയിക്കാൻ ഈ ശക്തികൾ നമ്മെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ദേവ ഡിവോട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.